ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റേഴ്സാണ്. അതിൽ നമ്മൾക്ക് അപ്രോച്ച് 2 എണ്ണം, അതായത് ഈ ഭാഗത്തുള്ളതും പിന്നെ അങ്ങോട്ടുള്ളൊരു ഫ്രണ്ടിലുള്ള 17 മീറ്റേഴ്സാണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്ത് തുടങ്ങി. അത് ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നപ്പോൾ നമ്മൾ പലരും ജിജി തോംസൺ സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ, ഈ പറഞ്ഞതുമാതിരി കോർഡിനേഷനാണ്. റെയിൽവേയുടെ കോർഡിനേഷൻ വേണം, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ കോർപ്പറേഷൻ, ഇവരായിട്ട് എല്ലായിട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2015 എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പറേഷൻ അനന്ത് നടത്തിയായിരുന്നു സാർ, ജിജി തോംസൺ സാർ. അപ്പോൾ കംപ്ലീറ്റ് റെസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് ഒരു തമിഴ് എഞ്ചിനത്തോടെ എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളത് ക്ലീൻ ചെയ്ത്, അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ്. കാരണം വെച്ചാൽ കോർപ്പറേഷൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്. ഈ വർഷം കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്ന് പല റിക്വസ്റ്റ് വന്നു. ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും. അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടിനെയാണ് ഏൽപ്പിച്ചത്. അതെ, കോർപ്പറേഷൻ. കാരണം വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടതാണ്, വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയിട്ട് മാത്രമാണ് കുറേയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. ഇത് ചെയ്യണമെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസ് ഞങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ്, ഇൻഫാക്ട് ഇറ്റ് ഈസ് എ കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത്. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിൻ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തൊഴിൽ ഒഴിക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്തിൽ വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ കളയുന്നത്. റെയിൽവേയുടെ സൈഡിൽ ഒരു വേസ്റ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. 2015 2018 22 ചെയ്തായിരുന്നു. 23 ഞങ്ങൾ ചെയ്തു. കാരണം വെച്ചാൽ അന്നത്തെ നമ്മളൊരു പോസിറ്റീവായിട്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ പോകും. ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഒരു ഈവൻ ദോ റെയിൽവേയുടെ അല്ലെങ്കിലും ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ അതും ഒരു എക്സ്പീരിമെന്റ് ഇറിഗേഷൻ കോൺട്രാക്ട് തന്നെ വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആരും അഡ്രസ്സ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനകത്ത് എങ്ങനെ വരണം എന്നുള്ളതാണ്. ഇത്രയും ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഇടയിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒറിജിനൽ ഒരു സാധനത്തിന് ക്ലിയർ ചെയ്യണ്ടേ? ഒറിജിനൽ ഒരു സാധനം ആരാ ക്ലിയർ ചെയ്യേണ്ടത്? അതെ, ഒറിജിനൽ ആരാണ്? മഴക്കാലം പൂർത്തീകരണത്തിന്റെ സമയത്ത് പോലും നഗരസഭ യോഗം വിളിച്ച് റെയിൽവേ നടപടി സ്വീകരണമല്ല എന്നാണ് സർക്കാരും നഗരസഭയൊക്കെ പറയുന്നത്. ഇല്ല, ആ മീറ്റിംഗ്സിലാണ് അവർ പറഞ്ഞത് റെയിൽവേ ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഇത് റെയിൽവേയുടെ അല്ല, ഇത് പറഞ്ഞത് മാത്രം നിങ്ങൾ ജിജി തോംസൺ സാറിന്റെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ പറയും ഇതൊരു കോർഡിനേറ്റ് എഫേർട്ടാണ്. അതായത് റെയിൽവേ വേണം, കോർപ്പറേഷൻ വേണം, മൈനർ ഇറിഗേഷൻ വേണം, മേജർ ഇറിഗേഷൻ വേണം, എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നില്ല. അത് റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ ആ ഭാഗത്തുനിന്നാണ്. റെയിൽവേ ടണൽ ക്ലീൻ ചെയ്യണം, ടണലിന്റെ ഭാഗം മാത്രം ക്ലീൻ ചെയ്യണമെന്ന് മേജർ ഇറിഗേഷൻ ആ മീറ്റിംഗിൽ പലവരും ആവശ്യപ്പെട്ടതല്ലായിരുന്നു. അതിനുശേഷവും മേജർ ഇറിഗേഷൻ അല്ല, ഈ ടണലിനകത്ത് കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ടണൽ ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. കാരണം ടണലിനകത്ത് കയറി ജോലി ചെയ്യാനല്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തൊരു ഓപ്പൺ ഉണ്ട്, ആ ഭാഗത്തൊരു ഓപ്പൺ ഉണ്ട്. അവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റാണ് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നത്.
അല്ല സ്റ്റേറ്റ് ഇപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഞങ്ങള് അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു സംഗതിയില്ല. ഞങ്ങൾ വി ആർ റെഡി ടു ഗിവ്. ഞങ്ങൾ ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്. സ്റ്റേറ്റ് ഗവൺമെന്റ് വന്ന് അവർ ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അവർ പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് പറയാം. കാരണം വെച്ചാൽ അതൊരു റോങ് ഇൻഫർമേഷൻ. ഞങ്ങൾ മാനുവൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പിറ്റ് ലൈനിൽ നിന്ന് വെള്ളം ഞങ്ങൾ പിറ്റ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളം ഞങ്ങൾക്ക് ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ട്, അതുവഴിയാണ് പോകുന്നത്. ബാക്കിയുള്ള വെള്ളമൊക്കെ ഗ്രില്ല് വെച്ചിട്ടാണ് ആ വെള്ളമാണ് ഇവിടെ വരുന്നത്. ഒരു വേസ്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് സെപ്പറേറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അത് അവർ കളക്ട് ചെയ്യുന്നത്. അല്ല മേയർ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇതില്ല. ഞങ്ങൾ ഇത് ഇപ്പോൾ മാഡം പറയുന്നത് പുറത്തു നിന്ന് വന്ന വേസ്റ്റ് ആണ്, അത് കോർപ്പറേഷനാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം എന്തായാലും ടണലിനകത്തേക്ക് കയറി കഴിയും. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടിയൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. സ്വീകരിക്കുന്നല്ല, ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഇത് 2015-18 കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഞങ്ങൾ പെർമിഷൻ കൊടുത്ത് അവർ ചെയ്തു. ഞങ്ങൾ പെർമിഷൻ കൊടുക്കാൻ റെഡിയാണ്. ഞങ്ങളാണ്. പക്ഷെ അല്ലല്ല, ഞങ്ങൾ ഇത് ഈ ഒരു പോർഷൻ, അതായത് ഈ താഴെയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ രണ്ട് സൈഡും അതായത് ഇപ്പൊ നടത്തി വരുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നേവി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. നേവി വരികയാണെങ്കിൽ അവരുടെ ഒബ്സർവേഷനിൽ നമുക്ക് ഈ ഭാഗം പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇത്രത്തോളം ടണലിന്റെ വലിപ്പക്കുറവുകൊണ്ടാണ് ഈ പറയുന്ന മാലിന്യം അവിടെ അടിഞ്ഞുകൂടുന്നത്. അവിടെ അതിന് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ റെയിൽവേ കൊണ്ട് പറ്റും? അത് ഞങ്ങൾക്ക് എക്സാമിൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നാരോ പോയിന്റ്സ് വരുന്നുണ്ട്. അതാണല്ലോ ഒരു ഇഷ്യൂ വരുന്നത്. അത് ഞങ്ങൾക്ക് വെച്ചാൽ ട്രാക്ക് മുകളിൽ കൂടെ പോകുന്നതിന് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, ട്രെയിനിന്റെ ഓപ്പറേഷൻസ് ഇഷ്യൂസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ടണൽ വൃത്തിയാക്കാതെ ഈ പറയുന്ന ഒഴുക്ക് ഒരിക്കലും മാഡം ഇപ്പൊ പബ്ലിക് എന്ന രീതിയിൽ ഞാൻ ഇപ്പൊ വന്നാല് ഇവിടെ പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാൻ അനുവദിക്കുമോ? പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കുമോ? റെസ്ക്യൂ നടക്കുമ്പോ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല. ബോഡി കൊണ്ടെടുക്കണം. റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു, അനുവാദം ചോദിക്കുന്നതായിട്ട് റെയിൽവേ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നിട്ടുണ്ട്, കോർപ്പറേഷൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, അതായത് മേയറും മിനിസ്റ്ററും എല്ലാം ഇന്നലെ പറഞ്ഞ കാര്യം, ഈ റെയിൽവേ പിറ്റിന് താഴെ ഉള്ള ഇത് ക്ലീൻ ചെയ്തിട്ട് പലതവണ പെർമിഷൻ ചോദിച്ചിട്ട് റെയിൽവേ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ശരി. റെയിൽവേ ഡിവിഷണൽ മാനേജർ വിജിയുടെ പ്രതികരണമാണ് കണ്ടത്. ആരായിരുന്നു ക്ലീനിങ് നടത്തേണ്ടിയിരുന്നത് എന്നുള്ള തർക്കം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ജോയ് എവിടെ, ജീവനോടെയുണ്ടോ, ബോഡി എവിടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല. 30 മണിക്കൂറും കഴിയുന്നു. നമുക്കിപ്പോഴും ജോയിയെ ജീവനോടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയും യാഥാർത്ഥ്യവും ബാക്കിയാകുന്നു.